കമ്പനി ഓഡിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓഡിറ്റ് പ്രൊസീജിയറും ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന ഭാഗമാണ്. ഓഡിറ്റ് പ്രൊസീജിയർ എന്നുള്ള ഭാഗം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഓഡിറ്റ് പ്രൊസീജിയർ, ലെറ്റർ ഓഫ് അപ്പോയിൻമെന്റ്, സ്റ്റഡി nature and scope and duties of audit, acquire knowledge about business and its nature, verification of legal documents. ഇതിൽ കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഡോക്യുമെന്റ്സിൽ വ്യത്യാസം വരുന്നുണ്ട് കമ്പനി ആകുമ്പോൾ. ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ദെൻ പ്രോസ്പെക്ടസ് ഇൻ ലിയോ പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ പ്രോസ്പെക്ടസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും ചെയ്തു. ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓഡിറ്റ് പ്രൊസീജിയറായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇനിയുള്ളൂ. നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ലിസ്റ്റ് ഓഫ് ബുക്സ് ഓഫ് മെയിൻറ്റൈൻഡ് ഇൻ ദ ഓഫീസ്, എക്സാമിൻ അക്കൗണ്ടിങ് സിസ്റ്റം, ഡബിൾ എൻട്രി സിസ്റ്റം എക്സാമിൻ ചെയ്യുക, ഇന്റേണൽ ചെക്ക് സിസ്റ്റം എക്സാമിൻ ചെയ്യുക, എക്സാമിൻ ഡ്യൂട്ടീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ക്ലയൻറ്റ് സ്റ്റാഫ്, ലിസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഓഫീസേഴ്സ്, ഇൻസ്ട്രക്ഷൻസ് ടു ക്ലയൻറ്റ്. ഇത് തന്നെയാണ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഇത് തന്നെയാണ് നമ്മൾ എവിടെയും പഠിക്കുന്നത്, കമ്പനി ഓഡിറ്റിലും പഠിക്കുന്നത്. ദെൻ ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ലീഗൽ ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ് ഇൻ ലിയോ, ലിസ്റ്റ് ഓഫ് ബുക്സ്. ഇതിൽ നമ്മൾ ലിസ്റ്റ് ഓഫ് ബുക്സ് എന്നുള്ള ഭാഗമാണ് ബാക്കിയുള്ളത് എടുക്കാൻ. ലിസ്റ്റ് ഓഫ് ബുക്സിൽ രണ്ട് തരം ബുക്സ് ഉണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, ബുക്സ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഉണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അതിൽ വരുന്നത് ഓൾ sums of money received and expended by the company, then all sales and purchase books of company, all assets and liabilities of the company. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ചില ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ടാവും. അതായത് മൈനിങ്, മാനുഫാക്ചറിങ്, പ്രോസസ്സിങ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലെല്ലാം എൻഗേജ് ചെയ്യുന്ന കമ്പനികൾക്ക് അവരുടെ മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ മറ്റ് ഐറ്റംസിന്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അത്തരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിഗാർഡിംഗ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ ആ ബുക്സ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത്. then പിന്നെയുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറഞ്ഞാൽ? എന്താ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്? സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആർ ദി ബുക്സ് which a limited company is under statutory obligation to maintain its registered ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട, ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട ബുക്സ് ആണ് എന്ത് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത്. ഇതിന് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് പറയാം. ഈ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഓഫ് ദി കമ്പനിയാണ്. ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ആ ലിമിറ്റഡ് കമ്പനി എന്ത് ചെയ്യണം? ആ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ത് ചെയ്താലും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അത്തരം നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കേണ്ട രജിസ്റ്റേഴ്സിന്റെ പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിവഞ്ചർ ഹോൾഡേഴ്സ്, രജിസ്റ്റർ ഓഫ് ചാർജ്, രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, രജിസ്റ്റേഴ്സ് ഓഫ് കോൺട്രാക്ട്, ആനുവൽ റിട്ടേൺസ്, register of directors, managing director and secretary, register of shareholding by the directors, register under section 352, 357, 58, 59, 60 of the Companies Act, minutes book. ഇത്രയും കാര്യങ്ങളാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, രജിസ്റ്റർ ഓഫ് ചാർജ്, രജിസ്റ്റർ ഓഫ് shareholding by the directors, register of directors, managing director and secretary, register of shareholding, register of shareholding of directors, register of investment, register of charge, annual returns, minutes book. ഇത്രയും കാര്യങ്ങളാണ് രജിസ്റ്റർ, സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്താണ് ഒന്നാമത്തെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓരോ കമ്പനി അതിന്റെ ബുക്സ് ഓഫ് രജിസ്റ്റർ അതിന്റെ മെമ്പേഴ്സിന്റെ രജിസ്റ്റർ എന്ത് ചെയ്തിരിക്കണം, കീപ്പ് ചെയ്തിരിക്കണം. ഈ രജിസ്റ്റർ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് നെയിം ഓഫ് ദി മെമ്പർ ഓഫ് ദി കമ്പനി, അതിൽ അവരുടെ ഡീറ്റെയിൽസ്, ഓക്കുപ്പേഷൻ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, അവരുടെ ഡേറ്റ് ഓഫ് മെമ്പറായ ഡേറ്റ്, അതുപോലെ മെമ്പർഷിപ്പ് സീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ആ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ്, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ രജിസ്റ്റർ ഓഫ് ഡിവെഞ്ചർ ഹോൾഡേഴ്സ്, ഡിവെഞ്ചർ ഹോൾഡേഴ്സിന്റെ കാര്യം അതുപോലെ തന്നെ അവരുടെ നെയിം, അതേപോലെ തന്നെ അഡ്രസ്, ഒക്കുപ്പേഷൻ, നമ്പർ ഓഫ് ഡിവെഞ്ചേഴ്സ് ഹെൽഡ് ബൈ ദി ഡിവെഞ്ചർ ഹോൾഡേഴ്സ്, ഡേറ്റ് ഓഫ് ഈച്ച് പേഴ്സൺ എൻറ്റേർഡ് ഇൻ ദി രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത ഡേറ്റ്, അതേപോലെ സീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സീസ് ചെയ്യുന്ന ദ ഡേറ്റ് ഓൺ വിച്ച് എനി പേഴ്സൺ സീസ് ടു ബി ഡിവെഞ്ചർ ഹോൾഡർ, ഡിവെഞ്ചർ ഹോൾഡർ എന്നുള്ള നിലക്ക് നിന്ന് അവളെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ആ ഒഴിവാക്കുന്ന ദിവസം സീസ് ചെയ്യുന്ന ഡേറ്റ്, ഇത്തരം കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. രജിസ്റ്റർ ഓഫ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും പ്രോപ്പർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റെക്കോർഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ചാർജസ് ഓൺ ഇറ്റ്സ് പ്രോപ്പർട്ടി, ഏതെങ്കിലും പ്രോപ്പർട്ടി അത്തരത്തിൽ ഫ്ലോട്ടിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ, ഫ്ലോട്ടിംഗ് ചാർജസ് ഓൺ ഇറ്റ്സ് പ്രോപ്പർട്ടി രജിസ്റ്റർ, അതെന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തിയിരിക്കണം രജിസ്റ്റർ ഓഫ് ചാർജിൽ. അതിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് എമൗണ്ട് ഓഫ് ചാർജ്, പ്രോപ്പർട്ടി ചാർജ് ചെയ്ത പ്രോപ്പർട്ടി, അതിന്റെ ഡീറ്റെയിൽസ് ഓഫ് ചാർജ്. രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി മറ്റ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തിയിരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ഡേറ്റ്, അതിന്റെ നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ദെൻ പിന്നെ ഉള്ളത് രജിസ്റ്റർ ഓഫ് കോൺട്രാക്ട് എന്നുള്ളതാണ്. കോൺട്രാക്ടിന്റെ രജിസ്റ്റേഴ്സ്, അതായത് തേർഡ് പാർട്ടി ആയിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി ആയിട്ട് എപ്പോൾ കോൺട്രാക്ട് ഏർപ്പെട്ടു, ഡേറ്റ്, ആ നെയിം ഓഫ് ദി കോൺട്രാക്ട് ചെയ്ത തേർഡ് പാർട്ടീസ്, അവരുടെ ടേംസും കണ്ടീഷൻസും എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡ് എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബോർഡിന്റെ ഡിസിഷൻ, ഇത്രയും കാര്യങ്ങൾ ആ രജിസ്റ്റർ ഓഫ് കോൺട്രാക്റ്റിൽ രേഖപ്പെടുത്തി വെക്കണം. ദെൻ ആനുവൽ റിട്ടേൺസ് ആണ് പിന്നെ ലീഗൽ ഡോക്യുമെന്റ്സ് ആയിട്ട് വരുന്നത്, വെരിഫൈ ചെയ്യേണ്ട ലീഗൽ ആനുവൽ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യുന്നത്, ഫയൽ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ഓഫ് ആനുവൽ റിട്ടേൺസ് കണ്ടെയ്ൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ പ്രകാരം ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ റിട്ടേൺസ് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ വിത്തിൻ 60 days ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ 60 daysന്റെ ഉള്ളിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, ഫയൽ ചെയ്യേണ്ടതാണ്. അതിന്റെ അത്തരം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ഓഫീസ്, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, രജിസ്റ്റർ ഓഫ് മെമ്പർ ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി, റിട്ടേൺസ് duly signed by the prescribed law. Past and present directors of the company, ഇത്തരം കാര്യങ്ങൾ അതിൽ ആനുവൽ റിട്ടേൺസിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ദെൻ പിന്നെ ഉള്ളത് രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സെക്രട്ടറി എന്നുള്ളതാണ്. കമ്പനി എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, സെക്രട്ടറി എന്നുള്ള അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ നെയിം, സർനെയിം, റെസിഡൻഷ്യൽ അഡ്രസ്, നാഷണാലിറ്റി, അതുപോലെ ഒക്കുപ്പേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, പോസ്റ്റ് ഹെൽഡ് ബൈ ദി കമ്പനി ഓഫ് ദി എന്താണ് എനി അതർ ഏതെങ്കിലും കമ്പനിയിൽ ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഡീറ്റെയിൽസ് ഓഫ് അപ്പോയിൻമെന്റ്, സബ്സിക്വന്റ് ചേഞ്ചസ് ഇൻ രജിസ്റ്റർ, അതിൽ രജിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. വിത്തിൻ 40 days ഓഫ് ഹാപ്പനിങ്, അത് സംഭവിച്ചിട്ട് 30 ദിവസത്തിനുള്ളിൽ, അതായത് ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, അത്തരം സബ്സിക്വന്റ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു രജിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ, സെക്രട്ടറിയുടെ രജിസ്റ്റർ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര്, അഡ്രസ്സ്, അവരുടെ നാഷണാലിറ്റി, ഒക്കുപ്പേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, പോസ്റ്റ് ഹെൽഡ് ഇൻ അനദർ കമ്പനി, ഡീറ്റെയിൽസ് ഓഫ് അപ്പോയിൻമെന്റ്, സബ്സിക്വന്റ് ചേഞ്ചസ്, ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ് രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. രജിസ്റ്റർ ഓഫ് ഷെയർ ഹോൾഡിംഗ് ബൈ ഡയറക്ടേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ്, അതും ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ ആണ്. അതായത് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഹെൽഡ് ബൈ ഡയറക്ടേഴ്സ്. ഈ രജിസ്റ്റർ ഓഫീസിൽ കമ്പനി എന്ത് ചെയ്തിരിക്കണം, അത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വെക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്
രജിസ്റ്റർ ഓഫ് ഷെയർ ഹോൾഡിംഗ് ബൈ ദി ഡയറക്ടേഴ്സ് എന്നുള്ളത്. രജിസ്റ്റേഴ്സ് റിക്വയർഡ് അണ്ടർ സെക്ഷൻ 352, 57, 58, 59 and 60 ഓഫ് ദി കമ്പനീസ് ആക്ട്. ദെൻ പിന്നെയുള്ളത് മിനിറ്റ്സ് ബുക്കാണ്. മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആണ്. അത് രണ്ട് തരത്തിലുണ്ട്, നാല് തരത്തിലുള്ള മിനിറ്റ്സ് ബുക്ക് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് മിനിറ്റ്സ് ബുക്ക്, ഡയറക്ടേഴ്സ് മിനിറ്റ്സ് ബുക്ക്, ദെൻ കമ്മിറ്റി മിനിറ്റ്സ് ബുക്ക്, സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഇങ്ങനെ 4 വിധത്തിലാണ് മിനിറ്റ്സ് ബുക്ക് ഉള്ളത്. ഷെയർ ഹോൾഡേഴ്സ് മിനിറ്റ്സ് ബുക്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട മിനിറ്റ്സ് ബുക്ക് ആയിരിക്കും അത്. ഷെയർ ഹോൾഡേഴ്സിന് ഡിക്ലെയർ ചെയ്യാവുന്ന ഡിവിഡൻഡ്, ഷെയർ ഹോൾഡേഴ്സിൻ അതിന്റെ അഡാപ്ഷൻ ഓഫ് ആനുവൽ അക്കൗണ്ട്സ്, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഫിക്സിംഗ് റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ, ഫിക്സിംഗ് റെമ്യൂണറേഷൻ, any other resolution affecting account like alteration of share capital. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ഹോൾഡേഴ്സിന് തീരുമാനിക്കാവുന്ന കാര്യങ്ങൾ. അതേപോലെ സമയം ഡയറക്ടേഴ്സിന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, അഡാപ്ഷൻ ഓഫ് കോൺട്രാക്ട്, ഓതറൈസേഷൻ യൂസ് ഓഫ് കമ്പനി സീൽ, മേക്കിംഗ് കോൾസ് ഫോർ ഷെയർസ്, ഫോർഫീറ്റിംഗ് ഓഫ് ഷെയർസ്, appointment of bankers and officers empowered to sign and close checks and bills, appointment and remuneration of managing director, manager, secretary, other officer, appointment of first auditor appointment ആരാണ്, ഡയറക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ ഇൻ കാഷ്വൽ വേക്കൻസി ഡയറക്ടേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുക. അത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്, ഫിക്സിംഗ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തത്, റെസൊല്യൂഷൻ ടു പേ ഇന്ററിം ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള റെസൊല്യൂഷൻ, ഓതറൈസേഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡയറക്ടേഴ്സിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യൽ റെമ്യൂണറേഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇഷ്യൂ ഓഫ് ഡിവെഞ്ചർ, ബോറോയിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അഡാപ്ഷൻ ഓഫ് ആനുവൽ അക്കൗണ്ട്സ്, അഡാപ്ഷൻ ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, റെക്കമെൻഡേഷൻ ഓഫ് ഡിവിഡൻഡ്, അത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ്, any matters for which resolution of the director is specifically required by the articles of the company. പിന്നെ കമ്മിറ്റി മിനിറ്റ്സ് ബുക്ക് ആണ് അടുത്തത്. കമ്മിറ്റി മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ വേരിയസ് കമ്മിറ്റി ഉണ്ട്. ഫിനാൻസ് കമ്മിറ്റി, സെലക്ഷൻ കമ്മിറ്റി, പർച്ചേസ് കമ്മിറ്റി, സെയിൽസ് കമ്മിറ്റി, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇങ്ങനെ വ്യത്യസ്ത കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റീസിന്റെ പ്രൊസീഡിങ്സ്, അത് മീറ്റിംഗ് പ്രൊസീഡിങ്സിനാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, അവരുടെ കമ്മിറ്റി മിനിറ്റ്സ് ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഏതെങ്കിലും സ്പെഷ്യൽ റെസൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്, അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് റിസർവ് ക്യാപിറ്റൽ, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾ, ഇങ്ങനെ ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ എന്ത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവശ്യമാണ്. ദെൻ അടുത്തതായിട്ട് ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഇഷ്യൂ ഓഫ് ഷെയർസ്, ഒന്നാണ് നമ്മൾ പഠിക്കേണ്ട ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് തന്നെ രണ്ട് ഇതുണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് പ്രീമിയം, ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് ഡിസ്കൗണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കോൾസ് ഇൻ അരിയസ് ഉണ്ട്, കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ട്, ഫോർ ഫീച്ചേഴ്സ് ഓഫ് ഷെയർസ് ഉണ്ട്, റീ ഇഷ്യൂ ഓഫ് ഫോർ ഫീച്ചേഴ്സ് ഷെയർസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റലിൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഫോർ ഫീച്ചറായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, റീ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ് രണ്ട് വിധത്തിലാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഉള്ളത്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്, ഇഷ്യൂ ഓഫ് ഷെയർസ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതർ ദാൻ ക്യാഷിനും എന്ത് ചെയ്യും, ഷെയർ ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്, ക്യാഷിനും ഷെയർ ഇഷ്യൂ ചെയ്യും. അപ്പം ഫോർ ക്യാഷിന് ഇഷ്യൂ ചെയ്ത ഷെയർ ക്യാഷിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓഡിറ്റ് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് ആണെങ്കിൽ ഷെയർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് വിൽ ബി കംപ്ലീറ്റഡ് ഓൺലി ആഫ്റ്റർ മണി ഡ്യൂലി റിസീവ്ഡ് ഓൺ കോൾ. കോൾ മണി റിസീവ് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുക, ആ ഷെയർ ഇഷ്യൂ ചെയ്യുക. ദർഫോർ അതുകൊണ്ട് തന്നെ ഓഡിറ്റ് ഓഫ് ഷെയർ ഇഷ്യൂഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 3 സ്റ്റേജസ്. അതുകൊണ്ട് ഓഡിറ്റ് ഓഫ് ഷെയർ ഇഷ്യൂഡ് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട്. അത് അപ്ലിക്കേഷൻ സ്റ്റേജ്, അലോട്ട്മെന്റ് സ്റ്റേജ്, കോൾ സ്റ്റേജ് എന്നിങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ അപ്ലിക്കേഷൻ സ്റ്റേജ് എന്താണ്? അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദി ഒറിജിനൽ ആപ്ലിക്കേഷൻ വിത്ത് ദി എൻട്രീസ് ഇൻ അപ്ലിക്കേഷൻ ആണ് അലോട്ട്മെന്റ് ബുക്ക്. അതിനായിട്ട് അപ്ലിക്കേഷൻ തന്നെ അലോട്ട്മെന്റ് ബുക്ക് ഉണ്ടാവും. ഈ അപ്ലിക്കേഷൻ തന്നെ അലോട്ട്മെന്റ് ബുക്കിലെ എൻട്രീസ് ആയിട്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്.
പിന്നെ കമ്പയർ ചെയ്യണം, ക്യാഷ് ബുക്കായിട്ട് കമ്പയർ ചെയ്യണം. ഓഡിറ്റർ ക്യാഷ് ബുക്കായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. അത് ഓഡിറ്റർ കമ്പയർ ദി എൻട്രീസ് ഇൻ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ബുക്ക് വിത്ത് ദോസ് ഇൻ ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കുകളായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. പിന്നെ അപ്ലിക്കേഷൻ സ്റ്റേജിൽ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഷെഡ്യൂൾഡ് ബാങ്ക് അണ്ടിൽ ദി സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ലഭിക്കുന്നതിന് മുമ്പായിട്ട് അതൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി നോൺ അലോട്ടീസിന്റെ കേസ് വരികയാണെങ്കിൽ അവരെ ഇത് വൗച്ച് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാഷ് ബുക്ക് വൗച്ച് ചെയ്യും, ബാങ്ക് പാസ്ബുക്കും വൗച്ച് ചെയ്യും. എമൗണ്ട് റിട്ടേൺ ചെയ്യും, അവർക്ക് റിട്ടേൺ ചെയ്ത എമൗണ്ടിന് വേണ്ടിയിട്ട്. ദെൻ അവർക്ക് അയച്ചിട്ടുള്ള കോപ്പീസ് ഓഫ് ലെറ്റർ ഓഫ് റിഗ്രറ്റ് വെച്ചുകൊണ്ട് അവർ നോൺ അലോട്ടീസിന്റെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യും. ദെൻ അലോട്ട്മെന്റ്, അതിന്റെ പുറമെ അവർ ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന നൽകുന്ന അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ഘട്ടത്തിലുള്ള ജേണൽ എൻട്രി ആണ് അപ്ലിക്കേഷൻ അക്കൗണ്ട്, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ള എൻട്രി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ടോട്ടൽ അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ബുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്തിട്ടുള്ളതായിട്ട് കമ്പയർ ചെയ്യുക. അപ്ലിക്കേഷൻ എത്രയാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളതെന്നും ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളതെന്നും നോക്കുക. ആ എൻട്രീസ് നോക്കേണ്ടതുണ്ട്. ദെൻ ഇനിയുള്ളത് അലോട്ട്മെന്റ് സ്റ്റേജിലാണ്. നമ്മൾ പറഞ്ഞ ജേണൽ എൻട്രി പരിശോധിക്കണം. ഇനിയുള്ളത് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്നുള്ള സ്റ്റേജാണ്. അലോട്ട്മെന്റ് സ്റ്റേജിൽ അലോട്ട്മെന്റ് ചെയ്യേണ്ടത് ഷെയറുടെ ഡയറക്ടേഴ്സ് ആണ്. ഡയറക്ടേഴ്സിന്റെ മിനിറ്റ്സ് ബുക്ക് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. അലോട്ട്മെന്റ് എത്രയാണ് പ്രോപ്പർലി അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡയറക്ടേഴ്സ് മിനിറ്റ്സ് ബുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഹി ഷുഡ് സി ദാറ്റ് ടോട്ടൽ ഷെയർ ഇഷ്യൂഡ് ഡസ് നോട്ട് എക്സീഡ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ മെമ്പർ ഓഫ് അസോസിയേഷൻ പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. അതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്തിട്ടില്ല, എക്സീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആർക്കുണ്ട്, ഓഡിറ്റർക്കുണ്ട്. ഓഡിറ്റർ എന്ത് ചെയ്യണം, പിന്നെ ചെയ്യേണ്ടത് ചെക്ക് ദി എൻട്രീസ് ഇൻ ദി ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ബുക്ക്. ചെക്ക് ദി അലോട്ട്മെന്റ് comparing the entries in the application and allotment book with copies of allotment and letter of regret. Copy of allotment letter of regret ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അതിൽ അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ബുക്കിൽ എൻട്രീസ് കമ്പയർ ചെയ്യണം, ചെക്ക് ചെയ്യണം. Then he should check the entries in the application and allotment book for cash received on allotment. ക്യാഷ് ബുക്കും പാസ്ബുക്കും വെച്ച് എന്ത് ചെയ്യാം, പരിശോധിക്കാം. Then compare posting from application allotment book into ഷെയർ രജിസ്റ്റർ. ഷെയർ രജിസ്റ്ററിലേക്കുള്ള പോസ്റ്റിംഗ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ചെക്ക് ടോട്ടൽ ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഫോർ അലോട്ട്മെന്റ് ഡ്യൂവിന് വേണ്ടിയിട്ട് പരിശോധിക്കണം. ക്യാഷ് ബുക്ക് ക്യാഷ് റിസീവ് ചെയ്തതിന് വേണ്ടിയിട്ടും അലോട്ട്മെന്റ് ബുക്ക് അലോട്ട്മെന്റ് ഡ്യൂ ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശോധിക്കാം. ദെൻ നെക്സ്റ്റ് യു ഷുഡ് സീ ദാറ്റ് ടോട്ടൽ ഹാവ് ബീൻ കറക്റ്റ്ലി മെയ്ഡ്. അതിൽ രണ്ടിലും നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ എന്താണ് കറക്റ്റ്ലി മെയ്ഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. അതങ്ങനെ തന്നെ ജേണൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ജേണൽ എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ. ദെൻ അലോട്ട്മെന്റ് ഡ്യൂ ആകുന്ന എൻട്രി ആണത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് ജേണൽ എൻട്രി. ദെൻ കോൾസ് ഓൺ ഷെയർസ്. ഓഡിറ്റർ എന്ത് ചെയ്യണം, കോൾസ് ഓൺ ഷെയർസ് എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. അത് ഡയറക്ടേഴ്സ് മിനിറ്റ്സ് ബുക്കിൽ തന്നെ അതിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കിയതായിട്ട് കാണിക്കും. ആ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന്റെ മിനിറ്റ്സ് ബുക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അത് വെച്ച് പരിശോധിക്കണം, എക്സാമിൻ ചെയ്യണം. വൗച്ച് ദി എൻട്രീസ് ഇൻ ദി ക്യാഷ് ബുക്ക് ഫോർ ക്യാഷ് റിസീവ്ഡ്, അതിന്റെ കൗണ്ടർ ഫോയിൽസ് ഓഫ് റെസീറ്റ് ഇഷ്യൂഡ്. വൗച്ച് ദി എൻട്രീസ് ഇൻ ബാങ്ക് പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക്. Then check the posting to register of shares. രജിസ്റ്റർ ഓഫ് ഷെയർസിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തി പോസ്റ്റ് ചെയ്യുന്നത് കോൾ ബുക്കും ക്യാഷ് ബുക്കും വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പരിശോധിക്കണം. ചെക്ക് ദി കോൾസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഏതെങ്കിലും കോൾസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി അഡ്ജോയിൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് അപ്രോപ്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇഫ് എനി ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് ആൻഡ് അക്കൗണ്ടഡ് ഫോർ ദർ ഓൺ. അതിനുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് ദേ ആർ ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ്ലി അണ്ടർ കറന്റ് ലയബിലിറ്റീസ്. ഇത് കറന്റ് ലയബിലിറ്റീസ് പ്രത്യേകം കാണിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. ചെക്ക് ദി കോൾസ് ഇൻ അരിയേഴ്സ്. പിന്നെ നോക്കേണ്ടത് കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടാവും. കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടാവുമ്പോൾ ഓൺ ദി ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഡേറ്റിലാണ് കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ദേ ആർ പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്തണം. ദെൻ ഇതിന്റെ കോൾസ് ഇൻ ഡ്യൂ ആകുന്ന ജേണൽ എൻട്രി ഷെയർ കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ജേണൽ എൻട്രി എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രി ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുള്ളത്, മനസ്സിലാക്കിയെടുക്കാനുള്ളത്.
അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. കമ്പനി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓഡിറ്റ് പ്രൊസീജിയർ, ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഓഡിറ്റ് പ്രൊസീജിയറിൽ നമ്മൾ അതിന്റെ പ്രിലിമിനറി സ്റ്റെപ്സ്, ഓഡിറ്റ് പ്രൊസീജിയർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് തന്നെയാണ് പഠിക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് ലീഗൽ ഡോക്യുമെന്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഹെഡിൽ വരുന്നത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രൊസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഇൻ ലൈ ഓഫ് പ്രൊസ്പെക്ടസ്. ഇത് നിങ്ങൾ കമ്പനി ലോയിലൊക്കെ പഠിച്ച കാര്യം തന്നെയാണ്. അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റർ ഡ്യൂട്ടി എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ലിസ്റ്റ് ഓഫ് ബുക്സ് ആണ് ഒരു അധികമായിട്ട് വരുന്ന കാര്യമുള്ളത്. ലിസ്റ്റ് ഓഫ് ബുക്സ് പുതിയതായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഏതൊക്കെ നമ്മൾ പറഞ്ഞു. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, രജിസ്റ്റർ ഓഫ് ചാർജ്, രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, രജിസ്റ്റർ ഓഫ് കോൺട്രാക്ട്, ആനുവൽ റിട്ടേൺസ്, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടറി, രജിസ്റ്റർ ഓഫ് ഷെയർ ഹോൾഡിംഗ് ബൈ directors, registered under section 352, 57, 58, 59 and 60 of the Companies Act. Minutes book തന്നെ ഷെയർ ഹോൾഡേഴ്സ് മിനിറ്റ്സ് ബുക്ക് ഉണ്ട്, ഡയറക്ടേഴ്സ് മിനിറ്റ്സ് ബുക്ക് ഉണ്ട്, കമ്മിറ്റി മിനിറ്റ്സ് ബുക്ക് ഉണ്ട്, ദെൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്. ദെൻ ഷെയർ ക്യാപിറ്റൽ, അതിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് മാത്രമാണ് നമ്മൾ ഇപ്പം പറയാൻ പോകുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ് 2 വിധത്തിലുണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്, ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷിലാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷിൽ 3 സ്റ്റേജസ് ഉണ്ട്. അപ്ലിക്കേഷൻ സ്റ്റേജ്, അലോട്ട്മെന്റ് സ്റ്റേജ് ആൻഡ് കോൾ സ്റ്റേജ്. ദെൻ അപ്ലിക്കേഷൻ സ്റ്റേജ്, അലോട്ട്മെന്റ് സ്റ്റേജ്, കോൾ സ്റ്റേജ്. ഈ 3 സ്റ്റേജ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ അല്ല, സോറി, ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്നുള്ള ഭാഗമാണ് എനിക്ക് പഠിക്കാനുള്ളത്. ഇഷ്യൂ ഓഫ് ഷെയർസ് ജോയിന്റ് കമ്പനീസ് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം അതർ ദാൻ ക്യാഷിന്. എന്തിനു വേണ്ടി? ഒരു പർച്ചേസ് ചെയ്തുകൊണ്ട് ഷെയർസ് ഇഷ്യൂ ചെയ്ത് നൽകാം. ചില പാർട്ടീസിന് വെൻഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകാം. അത്തരത്തിൽ വെൻഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകുന്നുണ്ടെങ്കിൽ അതിനൊക്കെയും അതർ ദാൻ ക്യാഷ് ആണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അറിയാം. വെൻഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകുന്ന കേസസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷെയർ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ, അത് അഗേൻസ്റ്റ് പേയ്മെന്റ് ഓഫ് പർച്ചേസ് പ്രൈസ് ടു ദി വെൻഡേഴ്സ് ഓഫ് ദി ബിസിനസ് ടേക്കൺ ഓവർ ബൈ ദി കമ്പനി. അതുപോലെ ടു അണ്ടർ റൈറ്റേഴ്സ്, പ്രൊമോട്ടേഴ്സ് ഓഫ് ദി ഷെയർ ഓഫ് ദി പ്രൊമോട്ടേഴ്സ് ഓഫ് ദി കമ്പനി. അതേപോലെ തന്നെ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്സ്. അതുപോലെ അഗേൻസ്റ്റ് പേയ്മെന്റ് ഓഫ് പർച്ചേസ് പ്രൈസ് ടു വെൻഡേഴ്സ് ഫോർ പ്രോപ്പർട്ടി അക്വയർഡ് ബൈ ദി കമ്പനി. പ്രോപ്പർട്ടി അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി കമ്പനി അക്വയർ ചെയ്ത പ്രോപ്പർട്ടിക്ക് എന്ത് ചെയ്യാം, ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകാം. അങ്ങനെ ഷെയർ ഇഷ്യൂഡ് ഫോർ അതർ ദാൻ ക്യാഷിൽ ഷെയർ ഇഷ്യൂ ചെയ്ത കേസിൽ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ട ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഷുഡ് വൗച്ച് ദി ഡോക്യുമെന്റ്സ്. കോൺട്രാക്ട് ആണ് അതിൽ ഒന്നാമത് പരിശോധിക്കേണ്ടത്. He should verify the contract entered the company with the vendor, underwriter, promoters. ഇവർ പ്രൊമോട്ടേഴ്സ് ആയിട്ട് അണ്ടർറൈറ്റേഴ്സ് ആയിട്ട് ചേർന്ന് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്ട്, ആ കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പരിശോധിക്കണം. പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ, അണ്ടർറൈറ്റേഴ്സ് ആണെങ്കിൽ, വെൻഡേഴ്സ് ആണ്, അവരായിട്ട് ഒരു കോൺട്രാക്ട്, ലീഗൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഏർപ്പെട്ടുണ്ടാവും. അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിന്റെ എമൗണ്ട് ഓഫ് കൺസിഡറേഷൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വൗച്ച് ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് പ്രോസ്പെക്ടസ് ആണ് പരിശോധിക്കേണ്ടത്. പ്രോസ്പെക്ടസ് ഓഫ് ദി കമ്പനീസ് ടു ബി എക്സാമിൻഡ് ടു ദ ഡീറ്റെയിൽസ് ടു ദി എമൗണ്ട് ഓഫ് പേയ്മെന്റ് ആർ മോഡ് ഓഫ് പേയ്മെന്റിന് വേണ്ടിയിട്ട്, എമൗണ്ട് ഓഫ് പേയ്മെന്റ്, മോഡ് ഓഫ് പേയ്മെന്റ്, ഇതൊക്കെ അറിയാൻ വേണ്ടി പ്രോസ്പെക്ടസ് പരിശോധിക്കണം. പിന്നെ കറസ്പോണ്ടൻസ്, ഇവരായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവും, ആ കറസ്പോണ്ടൻസ് പരിശോധിക്കുക. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആർട്ടിക്കിൾസ് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവേഴ്സ് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റുന്നുള്ളതാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മിനിറ്റ്സ് ബുക്ക്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മിനിറ്റ്സ് ബുക്കിൽ ഉണ്ടാവും.
ദെൻ ഇൻസ്പെക്ഷൻ ഓഫ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാ? അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകുമ്പോൾ അലോട്ട്മെന്റ്, ഷെയർസ് ടു വെൻഡേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, പ്രൊമോട്ടേഴ്സ് അതെവിടെ കാണിച്ചിരിക്കണം? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് കാണിച്ചിരിക്കണം. ദെൻ ജേണൽ എൻട്രി നമ്മൾ പരിശോധിക്കണം. ജേണൽ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പള്ളി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. Then filing of the copies of contract with vendors and underwriters. ഇന്നൊരു പ്രൊസീജിയർ ആണ് ഫയലിംഗ് ഓഫ് കോപ്പീസ് ഓഫ് കോൺട്രാക്ട് വിത്ത് വെൻഡേഴ്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ് ഇൻ ടു രജിസ്റ്റർ. ഇതിന്റെ കോപ്പീസ് ഓഫ് കോൺട്രാക്ട് എന്ത് ചെയ്യണോ? റെസൊല്യൂഷൻ പാസ്ഡ് ഒക്കെ ഫയൽ ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ വിത്തിൻ 1 month ഓഫ് ദി അലോട്ട്മെന്റ് ഓഫ് ഷെയർസിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്യണം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഷെയർ filing of copies of contract with vendors and underwriters to register. The auditor should ascertain the copy of contract resolution passed has been duly filed with the register of companies within 1 month of the allotment of the share. Then details of shares issued disclosed in the balance sheet. A balance sheet disclose ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. Part 1 of the Schedule 6 of the Companies Act under the heading of subscribed capital. Subscribed capital എന്നുള്ളതിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഷെയർ ഇഷ്യൂ അതർ ദാൻ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. Issue of shares for consideration other than cash. Contract, prospectus, correspondence, articles of association, board of directors minutes book, inspection register of members, journal entry, filing of copies of contract with vendors, details of shares issued disclosed in the balance sheet. ഇത്രയും കാര്യങ്ങളാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു തീർക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് ഉണ്ട്, ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷ് ഉണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് എന്നുള്ളത് അത് 3 സ്റ്റേജസ് പറഞ്ഞു. ആപ്ലിക്കേഷൻ സ്റ്റേജ്, അലോട്ട്മെന്റ് സ്റ്റേജ്, കോൾ സ്റ്റേജ്. ദെൻ ഇതിന്റെ ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷ് നമ്മൾ പറഞ്ഞു കോൺട്രാക്ട് പരിശോധിക്കണം, പ്രോസ്പെക്ടസ്, കറസ്പോണ്ടൻസ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, board of directors minutes book, inspection of register of members, journal entry, filing of the copies of contract with vendors and underwriters into register, details of shares issued disclosed in the balance sheet. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റ് ഓഫ് ഷെയർസ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനിയുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് പ്രീമിയം, ഡിസ്കൗണ്ട്, ഇഷ്യൂ ഓഫ് ഷെയർസ്, calls on shares, calls on arrears, calls in advance, forfeiture of shares, reissue of forfeited shares, issue of bonus shares. ഇതുമായിട്ട് എന്തൊക്കെയാണ് ഓഡിറ്റർ ഡ്യൂട്ടി ഉള്ളത് എന്നുള്ളതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നുകൂടി നമ്മൾ പറയാം. ഓഡിറ്റ് പ്രൊസീജിയർ എന്നുള്ളതാണ് പറഞ്ഞത്. അതിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്സ് നമ്മൾ നേരത്തെ പഠിച്ച പ്രിലിമിനറി സ്റ്റെപ്സ് ഓഫ് ഓഡിറ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അതിൽ ലീഗൽ ഡോക്യുമെന്റ്സ് മാറ്റേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീഗൽ ഡോക്യുമെന്റ്സ് കമ്പനി വരുമ്പോൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കുറേ ലീഗൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, അത് പ്രത്യേകം പഠിക്കുക. ദെൻ ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റലാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഭാഗം. കമ്പനിയുടെ ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷും ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ അതർ ദാൻ ക്യാഷും ഉണ്ട്. ഈ രണ്ടിൻ്റെ ഓഡിറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. രണ്ടും എന്ത് ചെയ്യുക നോക്കുക. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.